വരണം വരണം, പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. കള്ളനെ നേരിൽ കണ്ടു എന്ന് കേട്ടു. ആളെ തിരിച്ചറിഞ്ഞോ? പാണ്ടിക്കാരാണ്, പട്ടാളക്കാരാണെന്നൊക്കെ പറയുമ്പോ എനിക്ക് അറിയാമായിരുന്നു കള്ളൻ കപ്പലിൽ തന്നെ ഉണ്ടെന്ന്. ആരുടെങ്കിലും രൂപസാദൃശ്യം തോന്നുന്നുണ്ടെങ്കിലേ ധൈര്യമായിട്ട് പറഞ്ഞോളൂ, ഞാനില്ലേ ഇവിടെ. ഇവൻ തന്നെ കള്ളൻ. കള്ളം, പച്ചക്കള്ളം. ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ കോഴി കണ്ടിട്ട് പോലുമില്ല. കോഴിയേ കണ്ടിട്ടില്ലെന്നോ? അയ്യടാ, ഇല്ല, ഇന്നലെ രാത്രി ഞാൻ കോഴി കണ്ടതേ ഇല്ല. വ്യക്തിവൈരാഗ്യം കൊണ്ട് അവൻ എന്നെ കോഴിക്കള്ളനാക്കുന്നതാ. അയ്യോ, ഇവൻ തന്നെയാണ് കള്ളൻ. ഞാൻ നേരിൽ കണ്ടതാ. അങ്ങനെ ഒരാളെ മാത്രം സംശയിച്ചാലോ? വിശ്വസിക്കാൻ പറ്റിയ തെളിവുകൾ വല്ലതും ഉണ്ടോ? തെളിവുണ്ട്. എവിടെ? ഇവന്റെ മുതുകിൽ ഏറുകൊണ്ടൊരു കലയുണ്ട്. ഇല്ല ഇല്ല ഇല്ല, പച്ചക്കള്ളം. ഏതായാലും എല്ലാവരുടെയും വിശ്വാസത്തിന് വേണ്ടി ആ മുതുകൊന്ന് കാണിക്ക. ഇല്ല, എന്റെ മുതുകിൽ കലയേ ഇല്ല. എടോ, ഇല്ലെങ്കിൽ താരം തന്നെ പഠിക്കണേ. ആ ഷർട്ട് അഴിച്ച് കാണിച്ചോട്ടെ. ഞാൻ പല്ലി കേട്ടിട്ടില്ല. മുതുകില് കലയുണ്ടോ നോക്കാൻ അതിനിപ്പം ബ്രേസർ ഇട്ടില്ലെങ്കിൽ എന്താ? ഇത്രയും പേരുടെ മുന്നിൽ വെച്ച് തുണി അഴിക്കാൻ എനിക്ക് നാണക്കേടാ. ഓ, ഇതിപ്പോ എന്റെ ചാരിത്രവും പോകണം പരിശോധിക്കുന്ന പോലെയാ. വർത്താനം പറയാ, ഷർട്ട് അഴിക്ക്. എന്തായാലും തന്റെ ഷർട്ട് അഴിച്ചിട്ട് തന്നെ കാര്യം. അഴിക്കടാ ഷർട്ട്. അഴിക്കടാ. മര്യാദയ്ക്ക് അഴിക്കുന്ന എനിക്ക് നല്ലത്. ഞാൻ അങ്ങേ അറ്റം പോയ ഇന്ത്യൻ പ്രസിഡന്റ് ആവും. ഇങ്ങേ അറ്റം വന്ന തനി തറയാണല്ലോ പെണ്ടി. അഴിക്കടാ. നിങ്ങൾ കേൾക്ക്, ഞാനൊരു സത്യം പറയാം. എനിക്ക് മുതുകില്ല. എന്നാ മുതുകില്ലാത്ത ജന്തുവിന്റെ മുതുക എനിക്കൊന്ന് കാണാം. കോമണ കോണ ഞാനല്ല കോഴി പൊട്ടിച്ചത്, ഞാനല്ല പട്ടി. ഒരു പാവം നിരപരാധിയെ നാട്ടുകാർ ചേർന്ന് ഈ പരുവത്തിലാക്കി. പക്ഷെ സത്യാവസ്ഥ ചേട്ടനെങ്കിലും വിശ്വസിക്കണം. ഉടയ തമ്പുരാൻ ആകാശത്തിനിറങ്ങി വന്ന് നിന്നെ ചൂണ്ടി കള്ളനാണ് എന്ന് പറഞ്ഞാൽ പോലും ഞാൻ വിശ്വസിക്കൂല. പക്ഷേ ഇതെനിക്ക് വിശ്വസിച്ചേ പറ്റൂ. അയ്യോ, ഞാൻ കള്ളനല്ല, സത്യസന്ധനായ ഒരു നിരപരാധിയാണ്. എടാ നിരപരാധിയുടെ മോനെ, അന്ന് ഉച്ചയ്ക്ക് പുഴുങ്ങിയ കോഴിമുട്ടയും പൊരിച്ച കോഴിയിറച്ചിയും മൂക്കറ്റ നക്കി നക്കി തിന്നേച്ച് അന്ന് രാത്രി തന്നെ ഇവിടെ വന്ന് കോഴിയെ മോഷ്ടിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോടാ? സത്യമായിട്ട് ഞാൻ കോഴിയെ മോഷ്ടിക്കാൻ വന്നത് അല്ലായിരുന്നു. പിന്നെ നട്ടപ്പാതിക്ക് കോഴിക്ക് തീറ്റ കൊടുക്കാൻ വന്നായിരുന്നോടാ കുറുക്ക? എന്നെ വിശ്വസിക്കൂ, ഞാൻ ആരെ പിടിച്ചു വേണമെങ്കിലും സത്യം ചെയ്യാം. നിർത്ത്. വ്യക്തമായ തെളിവുണ്ട്. മുതുകിലെ കലയല്ല എന്റെ തെളിവ്. കാണണോ നിനക്ക്? മീനാക്ഷി, മീനു, ഈ ഡയറി തന്നെയല്ലേ? എന്താ വേണ്ടാത്തത്? സംഭവം നടന്ന അന്ന് രാത്രി ഈ വീട്ടുപറമ്പിൽ നിന്നും കണ്ടുകിട്ടിയ തൊണ്ടിയാണിത്. അത് പിന്നെ മിണ്ടിപ്പോരുത്. പെണ്ണുങ്ങളെ പോറ്റുന്ന കോഴികളെ മൂട്ടിക്കുന്നതിനേക്കാൾ അന്തസ്സായി ഏതെങ്കിലും ബാങ്ക് കൊള്ളയടിച്ചുവിടാ. എന്നാ എന്നെ കൊന്താം. കൊണ്ടാ തന്നെ ഒരു കുറുക്കന്റെ ലക്ഷണം. എന്റെ തൊഴിലാണ് സത്യം. നിർത്ത്. തൊഴിൽ പിടിച്ചാണ് സത്യം ചെയ്യുന്നതെങ്കിൽ ഡയറി പിടിച്ചല്ല സത്യം ചെയ്യേണ്ടത്, കോഴിയെ പിടിച്ച് സത്യം ചെയ്യണം. കോഴിയാണ് സത്യം. ആളെ പഠിപ്പിക്ക. കുറുക്കൻ തന്നെയല്ലേ? വത്സലെ, നീയെങ്കിലും എന്നെ വിശ്വസിക്കും, ഞാൻ കള്ളനല്ല. കുഞ്ചേട്ടൻ കണ്ടതല്ലേ? ആ മഹാഭാവി പാവം ചെയ്യാത്തവനെയാണ് കല്ലെറിഞ്ഞത്. എഫോനൊപ്പം എക്സ് കൂടി ചേർത്ത പൂർണ്ണമായെന്ന് ഇപ്പൊ ബോധ്യായി. നെഞ്ചു വളർന്ന് മസ്തിഷ്കം പുറത്തെടുത്താലും വിശ്വസിക്കലാന്ന് വെച്ചാൽ എന്റെ നിരപരാധിത്വം കാലം തെളിയിക്കും. അന്നതായി അമ്മോ. അയ്യോ, നിനക്കെന്താ ഒരു മൂഡൌട്ട്? ഇഷ്ടം തുറന്നു പറയാനുള്ള ശ്രമം ഇന്നും പരാജയപ്പെട്ട് കാണും. വക്കീല് മത്സരിക്കാൻ തയ്യാറായ സ്ഥിതിക്ക് നീ അല്പം സ്പീഡ് കൂട്ടിയേ പറ്റൂ. വൺ വേ ആകുമ്പോ പിന്നെ എത്ര സ്പീഡിൽ വേണമെങ്കിലും പോവാലോ, അല്ലേ കൂട്ടുകാരാ? എന്തായാലും മത്സരിക്കാനൊന്നും ഞാനില്ല. മനസ്സറിഞ്ഞ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മതി. എനിക്ക് ഉറപ്പാ അവൾക്ക് എന്നെ ഇഷ്ടമാണെന്ന്. അല്ല, സപ്പർ സർക്കിട്ട് എടുത്തിട്ട് കുറെ ദിവസമായില്ലേ? ഇന്നൊന്ന് കളപ്പുര കൂടിയാലോ? വിശാലാക്ഷൻ സംഭവം മറന്നു നീ. ഏതായാലും ഇത് ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുന്ന നല്ലെന്ന് എനിക്ക് തോന്നണേ. പല നാൾ കട്ടാൽ ഒരു നാൾ പിടിക്കപ്പെടുന്ന ചൊല്ല്.
ഇതുവരെ രക്ഷപ്പെട്ടത് നമ്മുടെയൊക്കെ ഭാഗ്യം. ഒര നിറഞ്ഞു നിൽക്കുന്ന രണ്ട് പെങ്ങന്മാരുള്ളവനെ ഞാൻ. ഒര നിറഞ്ഞു നിൽക്കുന്നെങ്കിൽ ചുമരങ്ങ് തട്ടിയാ പോരെ. കൊത്തി കൊത്തി തറവാട്ടിക്കൽ കൊത്തല്ലേ. പേരുദോഷം പെങ്ങന്മാർക്ക് മാത്രമൊന്നുമല്ല, എനിക്കുണ്ട്. റാങ്ക് ലിസ്റ്റിനെ വിളിച്ചു വയ്ക്കുന്ന ഒരു അഭ്യസ്ത വിദ്യയാണ് ഞാൻ. അവന്റെ ഒരു റാങ്ക് ലിസ്റ്റ്. എടാ നിന്റെ റാങ്ക് ലിസ്റ്റിന്റെ വിളിയൊക്കെ വലുതാണടാ നമ്മുടെ വിശപ്പിന്റെ വിളി. ഇന്ന് രാത്രി വീണ്ടും നമ്മൾ കൂടും. പദ്ധതിയൊക്കെ എന്റെ മനസ്സിലുണ്ട്. തവിടും പിണ്ണാക്കും തിന്നുകൊഴുത്ത നല്ല സുന്ദരി കോഴികൾ. എവിടെ എവിടെ? ഗോപാല മുതലാളിയുടെ വീട്ടിൽ. ചന്തയുടെ വീട്ടിലോ? അതെ. എന്തെങ്കിലും കല്യാണം കഴിഞ്ഞാൽ ഫസ്റ്റ് നൈറ്റിൽ പറയാൻ ഒരു തമാശ വേണ്ട. തമാശക്ക് വേണ്ടിട്ടാണെങ്കിൽ റോട്ടിൽ കൂടി തുണിയിലാണ് നടന്ന പോരെ. എടാ നിന്റെ ആഗ്രഹങ്ങളിൽ ഭൂമിയിൽ വെച്ച് നടക്കാൻ സാധ്യതയുള്ളത് ഒന്ന് മാത്രമേ ഉള്ളൂ. അതെന്താ? കാമുകിയുടെ വീട്ടിലെ കോഴിമോഷണം. വിവാഹവും ഫസ്റ്റ് നൈറ്റും പരലോകത്ത് വെച്ചെങ്കിലും നടക്കട്ടെ എന്ന് ഞങ്ങൾ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പിന്നെ കിഴക്ക് ഭാഗത്തായിട്ടാണ് പട്ടിക്കൂട്, പിന്നെ വടക്ക് ഭാഗത്തായിട്ട് പൊട്ടക്കണുണ്ട്, അത് സൂക്ഷിക്കണം. ആ പിന്നെ സംഭവം കഴിഞ്ഞിട്ട് പടിഞ്ഞാറ്റ് വഴി പോയാൽ മതി. അപ്പൊ ഓക്കെ. അല്ല മുരളി, നീ എവിടേക്കാ? അവളൊന്ന് കാണാൻ. ഇപ്പൊ ഈ നേരത്തോ? അവൾ ഉറങ്ങുന്ന ഒന്ന് കാണാൻ. സുന്ദരിമാർ സ്വയം മറന്നുറങ്ങുന്നത് കാണാൻ ഒരു പ്രത്യേക ചന്തം ഉണ്ടെന്നേ എവിടെയോ വായിച്ചിട്ടുണ്ട്. അയ്യോ. പോയിട്ട് വരാടാ. നിനക്ക് ഞാനും വരാം. അയ്യടാ, അതെ നിനക്ക് ശരിക്കും വട്ടുണ്ടോ? എടാ, അത് മുരളി. ഛേ, അവൻ പോയി. ഏതായാലും വന്നല്ലേ, നമുക്ക് കൂടി തുടങ്ങാം. കോഴിക്കോട് എവിടെ അറിയണ്ടേ? എന്നാ സ്മെല്ല് പിടിച്ചോ. എനിക്ക് കോൾഡാ. അവനെ പിടിക്കും ഉറപ്പാ. എന്റെ ദൈവമേ, ഒരുത്തനെ കിട്ടിയാ മതി, എല്ലാം പൊളിയും. ആരോ വരുന്നുണ്ട്. ആരാത്? തുറന്നു പറയൂ. അമ്മായിയപ്പൻ ഷോക്ക് വെച്ചു അല്ലേ? നീ എങ്ങനെ രക്ഷപ്പെട്ടു? എന്താ നിന്റെ കയ്യില്? തൂവൽ. എന്റെ പിടക്കോഴിയുടെ മനോഹരമായ തൂവൽ. എന്താണ് ഇത്? അവളുടെ പാവാടയും ബ്ലൗസും ഞാൻ മോഷ്ടിച്ചു. ഇതണിഞ്ഞ് അവളെ കാണാൻ എന്ത് സൗന്ദര്യമാണെന്നോ. ശരിയാണ്. തുടരുത്. അത് അവളല്ലേ പറയേണ്ടത്, നീയാണോ? അവിടുന്ന് ഞങ്ങൾക്ക് അടിച്ച ഷോക്ക് നിനക്കായിരുന്നെങ്കിൽ നിന്റെ വട്ടെങ്കിലൊന്നും മാറി കിട്ടും. അതെ. വാടാ. മനുഷ്യന് ഭ്രാന്ത് പിടിച്ചാൽ ചങ്ങലക്കിടാം, ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ചാലോ ഉരുളിക്കിടാം. ഏയ്, ഇഷ്ടമാണോ എന്നെ? മിണ്ടിയില്ലെങ്കിലും എനിക്കറിയാം ആ മനസ്സിൽ ഞാനുണ്ടെന്ന്. ഓർക്കുന്നുണ്ടോ നീ ഒരു ലവ് ലെറ്റർ തന്നതിന് നീ ഉണ്ടാക്കി വെച്ച പുകില്? ഒരാഴ്ച അമ്മ എന്നോട് മിണ്ടിയില്ല. ഒടുവിൽ നിരാഹാരം പ്രഖ്യാപിച്ചപ്പോ ക്ഷമിച്ചു. ദേഷ്യമായിരുന്നു എനിക്ക് നിന്നോട്. പക്ഷെ SSLC ഡിസ്റ്റിങ്ഷനോട് പാസ്സായപ്പോ ഒളിച്ച് നീ എനിക്ക് ചോക്ലേറ്റ് തന്നില്ലേ? അപ്പൊ എനിക്ക് മനസ്സിലായി നിനക്ക് എന്നെ ഇഷ്ടമായിരുന്നു എന്ന്. ഹലോ സുഹൃത്തെ, തലയ്ക്ക് വെളിവില്ലേ? ഷോക്കേറ്റ് ചാവേണ്ടതായിരുന്നു ഞങ്ങള്. നീ ഇവിടെ പാവാടയും ബ്ലൗസും മോട്ടിച്ചുകൊണ്ട് വന്ന് നാടകം കളിക്കുന്നു. അല്ല, എന്താ അതിന്റെ അർത്ഥം? ഇനി ഒരു അക്ഷരം ശബ്ദിച്ച നശിപ്പിച്ചളയും ഞാൻ. ഇവിടെ ഓടാ, അവന്റെ ഒരു തൂവലും. എന്താ പ്രസിഡന്റ് ഒന്നും മിണ്ടാത്തത്, എന്താ പ്രസിഡന്റ് ഒന്നും ചെയ്യാത്തത് എന്ന് നിങ്ങൾ ചോദിക്കുമ്പോ ഞാൻ അനങ്ങാണ്ടിരിക്കുകയാണെന്നാണോ നിങ്ങൾ ധരിച്ചത്? ബുദ്ധി പ്രവർത്തിപ്പിക്കുകയായിരുന്നു. ഗോപാല മുതലാളിക്ക് ഇങ്ങനെ ഒരു വേല ഒപ്പിക്കാനുള്ള സൂത്രം പറഞ്ഞു കൊടുത്തത് ഞാനാണടോ, ഞാനാ.
ഇപ്പോഴെങ്കിലും എന്റെ പ്രിയപ്പെട്ട നാട്ടുകാർക്ക് മനസ്സിലായല്ലോ ഈ വിശാലകക്ഷൻ നിരപരാധിയാണെന്ന്. പറയാറായിട്ടില്ല. ഷോക്കേറ്റവരിൽ ഒന്നെങ്കിലും ചത്ത് കാണും. 1-2 ദിവസം കഴിഞ്ഞാൽ ചീർത്ത് വീർത്ത് ആ ശവം പൊന്തു. ആ ശവത്തിന്റെ ബന്ധത്തിലൂടെയേ ബാക്കിയുള്ള കള്ളന്മാരെ കണ്ടെത്താൻ പറ്റുകയുള്ളൂ. എന്തായാലും കറണ്ട് വെച്ചത് അല്പം ക്രൂരമായി പോയി. ഇവൻ ആരോടോ? ഇത്തരം സംഗതിയിൽ മനസ്സാക്ഷി പാടില്ല. അതെ, ഉപ്പ് തിന്നവൻ ആരായിരുന്നാലും നാരങ്ങ വെള്ളം കുടിക്കും. ഈ പഞ്ചായത്തിൽ ഇതൊരു പാഠമാകണം. അതാണ് കരണ്ട് വെച്ച് കൊന്നിട്ടായാലും ആ കള്ളനെ പിടിക്കാൻ ഞാൻ ഏർപ്പാട് ചെയ്തത്. ദുഷ്ടനാണ് അയാൾ, ക്രൂരൻ. കൊല്ലാനായിരുന്നു ഇത്ര പരിപാടി. എന്തായാലും നമുക്ക് ഷോക്ക് വെപ്പിച്ച അയാൾക്ക് തിരിച്ചൊരു ഷോക്ക് ട്രീറ്റ്മെന്റ് ആവശ്യമാണ്. എന്ന് വച്ചാൽ ഇന്ന് രാത്രി നമ്മുടെ പദ്ധതി അയാളുടെ വീട്ടിൽ. വേണ്ടടാ, നമുക്കിത് ഇവിടെ വെച്ച് നിർത്താം. എന്താ റാങ്ക് ലിസ്റ്റിൽ പേരിലുണ്ടാ? അതുകൊണ്ടൊന്നുമല്ല, ഇത്ര ഇഷ്യൂ ആയ സ്ഥിതിക്ക് ഇനി വേറെന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലോ? ഈ ശരീരത്തിന് കൈയിനും കാലിനും പുറമെ നട്ടെല്ലെന്ന് പറഞ്ഞൊരു സാധനമില്ല. അല്പനാണ് അയാൾ. ഒരു തിരിച്ചടി അയാൾക്ക് ആവശ്യമാണ്. സ്വന്തം വീട്ടിൽ വെച്ചാവുമ്പോ ദുരഭിമാനം ഓർത്ത് സംഗതി പുറത്തു പറയില്ല. കള്ളന്മാരാണെങ്കിലും ആണത്തുള്ളവരായിരുന്നു എന്ന് കാണിച്ചു കൊടുക്കാം. ഇതോടെ നമുക്ക് ഈ കളി ഇവിടെ അവസാനിപ്പിക്കാന്നേ. പരിസരബോധം വേണേ. എന്തൊരു നാറ്റം, കുളിക്കാറില്ലെന്ന് തോന്നുന്നു. ഉണ്ടാതെ വാടാ, എന്നോടല്ല. കാലത്തിന്റെ ഒരു പോക്കെ. പകലൊക്കെ എത്ര മാന്യന്മാരായിരുന്നു ഈ പിള്ളേര്. പഠിപ്പുണ്ട്, പണിയെടുത്ത് ഇതിന്റെ ആരോഗ്യമുണ്ട്. എന്നിട്ട് ആരാൻ പോറ്റുന്ന കോയിനെ കട്ടിയിട്ട് വല്ല കാര്യമുണ്ടാ നമുക്കുകൾക്ക്? ഇതുങ്ങളെ എല്ലാം പോറ്റുന്നതിന് പകരം 4 വാഴ നട്ടെങ്കിൽ അതെങ്കിലും കുടുംബത്തിന് നേട്ടമുണ്ടായിരുന്നേനെ. തല്ലുകൊള്ളാനുള്ള ആരോഗ്യം നേരത്തെ ഉണ്ടാക്കിക്കൊണ്ട് നന്നായി. കണ്ടില്ലേ തിന്ന് ചീർത്തിരിക്കണത്. അത്താഴത്തിൽ എന്നും ചിക്കൻ, പിന്നെ എങ്ങനെ ചേർക്കാതിരിക്കും? എന്റെ ഓപ്പോള് പോയിട്ട് 4 കോഴിയാ ഈ കൂർക്കന്മാര് തിന്നെ. ഒന്ന് മാറിക്കേ. ആ കള്ളന്മാരെ വിശാലാക്ഷം വിശാലമായൊന്ന് കാണട്ടെ. 1 2 3 4 4 ഉണ്ട്. ഓർമ്മയുണ്ടോ ഈ മുതുക്? ഒരനശ്വര പ്രേമബന്ധം തീർക്കാൻ കല്ലിന്റെ രൂപത്തിൽ ധൂമകേതു പതിച്ചത് ഈ മുതുകത്തായിരുന്നു. പക്ഷേ സത്യം കാലം തെളിയിച്ചു. സ്നേഹപ്പാരകളായ എന്റെ നാട്ടുകാരെ, ഈ വിശാലാക്ഷം നിരപരാധിയാണെന്ന് ഇപ്പൊ ബോധ്യമായല്ലോ. ക്ഷമിക്കണം, അന്ന് സത്യം അറിയാതെ ഒരുപാട് തല്ലി. ഏയ് സാരമില്ല. എന്റെ ഇടത് കൈയുടെ യാപ്പ് തേർത്തിട്ട് ഇപ്പൊ ക്ഷമ ചോദിക്കുന്നു. ഇനി ക്ഷമ തന്റെ അച്ഛൻ തരും. കുഴിയാനയെയും ഗുരുവായൂർ കേശവനെയും ഒരുപോലെ കാണാനുള്ള മനസ്സുണ്ടാവണം. അവനാണ് യഥാർത്ഥ മനുഷ്യൻ. എഫ്ഒയിനോടൊപ്പം എക്സ് ചേർത്താലുള്ള അർത്ഥം ഇപ്പൊ മനസ്സിലായല്ലോ. ഫോക്സ്, മലയാളത്തിൽ പറഞ്ഞാൽ കുറുക്കൻ. എന്താ അവിടെ? അയ്യോ, കുട്ടി അറിഞ്ഞില്ലേ? കോഴിക്കള്ളന്മാരെ പിടിച്ചു. അന്ന് മോളുടെ വീട്ടിൽ വെച്ച് കറണ്ട് തട്ടി ചാവേണ്ട സാധനങ്ങളായിരുന്നു. ഇന്നലെ രാത്രി പ്രസിഡന്റാ പിടിച്ചത്. മോള് പോയി കണ്ടിട്ട് വാ. ഒന്ന് മാറിയെന്നേ, ആ കുട്ടി ഒന്ന് കാണട്ടെ. കണ്ടോളൂ. ആ കുട്ടി എന്തിനാ തിരിച്ചിട്ട് പോയത്? എന്താ സന്ധ്യ? കോഴിക്കള്ളന്മാരെ പിടിച്ചു, കെട്ടിയിട്ടിരിക്കുക. കോഴി? അയ്യോ, കരിഭൂതം വരുന്നുണ്ട്. കാഴ്ചക്ക് ഇങ്ങനെ നാട്ടിൽ വക്കീലും പോലീസും ഉണ്ടായിട്ട് എന്താ കാര്യം? കള്ളനെ പിടിക്കാനും കെട്ടിയിടാനും പ്രസിഡന്റ് തന്നെ വേണ്ടി വന്നു. പ്രസിഡന്റ് എവിടെ? ചായക്കടയിലുണ്ട്. ഒരു ദിവസം യുവന്മാർ എന്റെ വീട്ടിലെത്തുമെന്ന് എനിക്ക് നേരത്തെ തന്നെ നിശ്ചയുണ്ടായിരുന്നു. അറിയോ, 4 ദിവസം കുടിയും തീറ്റും കൊടുത്ത് ആ മല്ലന്മാരെ ഞാൻ പോറ്റിയത്. എന്തായാലും പ്രയോജനപ്പെട്ടില്ല, അത് മതി. ഹലോ, ഇതാര് വക്കീലോ? കള്ളന്മാരെ കണ്ടില്ലേ? പ്രസംഗിക്കാൻ മാത്രമല്ല പ്രവർത്തിക്കാനും പ്രസിഡന്റിന് അറിയാമെന്ന് ഇപ്പൊ മനസ്സിലായോ? വളരെ മോശമായി പോയി. അതെന്താ അവരെ കൊല്ലാത്തോ? ഇവരെ ഈ രീതിയിൽ ശിക്ഷിച്ചത്. ആ വക്കീല് പറയണ എനിക്ക് മനസ്സിലാവില്ല. കണക്കിന് തല്ലിയില്ലേ? പിന്നെ പരസ്യമായിട്ട് ഇങ്ങനെ ഒരു പ്രഹസനം കൂടി ആവശ്യമുണ്ടായിരുന്നോ? കുറ്റം ചെയ്തവരെ ശിക്ഷിച്ചത് തെറ്റായി പോയിന്നാണോ വക്കീല് പറയണത്? ശിക്ഷിക്കണം, പക്ഷെ ഇത് ക്രൂരമായി പോയി. ഇങ്ങനെ ഒരു ശിക്ഷ കൊണ്ട് ഇവർ ഈ നാട്ടിലെ ഏറ്റവും വലിയ കള്ളന്മാരാകാനേ സാധ്യതയുള്ളൂ.
എന്താ അവർ ചെയ്ത കുറ്റം? നാടിനെ ഒറ്റിക്കൊടുക്കുന്ന ചാരപ്പണിയൊന്നുമല്ലല്ലോ. അത് ചെയ്തവരെ പോലും ഇത്തരത്തിൽ ശിക്ഷിച്ചിട്ടില്ല. പ്രായം കൊണ്ട് തോന്നുന്ന ചില തമാശകൾ. തൊഴിലില്ലാത്ത ഇവരുടെ ഈ അവസ്ഥയിലായിരുന്നു ഞാനെങ്കിൽ ഞാനും ഇതിലൊരുവനാകുമായിരുന്നു. നിങ്ങൾക്കും ഈ പ്രായമായിരുന്നെങ്കിൽ നിങ്ങളുമൊക്കെ ഇതിലൊരുവനാകുമായിരുന്നു. എന്താ ഇനിയും അവരെ പ്രദർശനത്തിന് വെക്കണോ? എന്തായാലും ഞാൻ അവരെ അഴിച്ചുവിടാൻ പോവുക. എന്തായാലും കുറച്ചു കാലം കള്ളൻ എന്ന ക്ലീൻ ഇമേജിൽ തന്നെ നാട്ടിൽ ജീവിക്കേണ്ടി വരും. ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഭൂലോക കള്ളന്മാർ പലരും ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അവരാരും ആത്മഹത്യ ചെയ്തിട്ടില്ലല്ലോ, നാട് വിട്ട് ഓടിയിട്ടുമില്ലല്ലോ. പിന്നെന്തിനാ നിങ്ങൾ മാത്രം അത് ചെയ്യുന്നത്? നിങ്ങൾ ഇത്രയും കാലം പാടുപെട്ടുണ്ടാക്കിയെടുത്ത ചീത്തപ്പേര് ഇനി അങ്ങോട്ടുള്ള പ്രവൃത്തി കൊണ്ട് തിരുത്താൻ ശ്രമിക്കുക. എന്തെങ്കിലും ജോലി തരപ്പെട്ടെങ്കിൽ വൈറ്റ് കോളർ ജോബ് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല സാർ. പിന്നെ ഏത് കളർ കോളർ വേണം? എന്ത് കളറായാലും കുഴപ്പമില്ല സാർ. വയലറ്റ് ആയാലോ? എന്നോട്. ഇവിടുത്തെ തൊഴിൽ ക്ഷാമത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? 45 ലക്ഷത്തോളം അഭ്യസ്തവിദ്യരായ തൊഴിലന്വേഷികൾ ഇന്ന് ഈ കൊച്ചു കേരളത്തിലുണ്ട്. അതിനിടയിൽ എന്തെങ്കിലും ഒരു ജോലി തരപ്പെടുക എന്ന് വെച്ചാൽ അത് വലിയ ഭാഗ്യമാണ്. എന്ത് ജോലി ആയാലും കുഴപ്പമില്ല. ഈ കൂട്ടത്തില് എന്റെ പേര് PSC റാങ്ക് ലിസ്റ്റിലൊക്കെ ഉണ്ടേ. എങ്കിൽ ജോലി കിട്ടുമെന്ന പ്രതീക്ഷയേ വേണ്ട. അങ്ങനെയൊന്നും പറയരുത്. നമ്മുടെ ഈ ഗ്രാമത്തിൽ നിങ്ങൾക്ക് ജോലി തരാൻ പറ്റിയ ഒരാളേ ഉള്ളൂ, ഗോപാലൻ മുതലാളി. കണക്കും മറ്റും നോക്കാൻ 1-2 പേരെ വേണമെന്ന് എന്നോട് പറഞ്ഞിരുന്നു. പക്ഷേ നിങ്ങളുടെ കാര്യമായതുകൊണ്ട് മുതലാളിയുടെ നിലപാട് എന്തായിരിക്കുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ആ എന്തായാലും എന്റെ സ്വാധീനം വെച്ച് ഞാൻ സംസാരിച്ചു നോക്കാം. അല്ല, എങ്ങനെയാ വീട്ടിൽ പോവാന്നുള്ള കാര്യത്തില വഴിയുണ്ട്. കുറച്ച് വിഷം വേണ്ടി വരും. വിഷമുണ്ടോ? TIC-20, പരാമർ, പൊട്ടാസ്യം സൈനൈഡ്, ഇതൊക്കെയാണ് ഇന്ന് മരിക്കാൻ വിപണിയിൽ ലഭ്യമാകുന്ന പ്രധാനപ്പെട്ട വിഷങ്ങൾ. ഇതിലേതാണ് നിങ്ങളുടെ ബ്രാൻഡ്? ഇനിയിപ്പോ ഇതൊന്നും ഇഷ്ടമായില്ലെങ്കിൽ നൈട്രിക് ആസിഡോ സൾഫൂറിക് ആസിഡോ ആയാലും മതി. അതും ഇഷ്ടമായില്ലെങ്കിൽ ഒതളങ്ങ ആയാലും മതി. ഏത് വിഷമാണ് വേണ്ടതെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കും.